കർമ്മത്തിന് ആദരണീയനായ തുഷാർജിയുടെ ഭദ്രദീപം കൊളുത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ ഭദ്രദീപ പ്രകാശന വേളയിൽ നിങ്ങളുടെ മുമ്പാകെ ഗണേശ മാഹാത്മ്യത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണമെന്നുള്ള കണിച്ചുളങ്ങര ദേവസ്വത്തിന്റെ അഭ്യർത്ഥനയും മാനിച്ചാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വന്നു നിൽക്കുന്നത്. അധിക നേരം ആൾക്കാരെ കുഷിപ്പിക്കുന്നില്ല, എന്നാലും അല്പനേരം കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഈശ്വരനിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ, ക്ഷേത്ര സന്നിധിയിലെ ഈശ്വര ചൈതന്യത്തിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ, ക്ഷേത്രത്തിൽ വന്ന് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു പോയാൽ നമുക്ക് ദേവീ സായുജ്യം ലഭിക്കും എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ല ഒരു കരുതലല്ല. അത് മാത്രമല്ല, ഈശ്വര സാന്നിധ്യത്തിലേക്ക് നമ്മൾ അടുക്കുവാനുള്ള കാര്യങ്ങൾ, അതിന് ഭാരതീയർ 9 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 9 കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാത്തതും അതാണ്. ഏതൊക്കെയാണ് ആ 9 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദ്യം ദാസ്യം, സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ 9 കാര്യങ്ങളാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദ്യം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിൽ ഒന്നാമത്തെ നോക്കൂ, ശ്രവണം ആണ്. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കണം, ആരെങ്കിലും പറഞ്ഞെങ്കിലേ കേൾക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് ഞാനായിട്ട് എഴുതിക്കൊണ്ട് വന്നൊന്നുമല്ല. യുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതീയ ഋഷികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈശ്വരനിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രവണം വേണമെന്ന്. ശ്രവണം കഴിഞ്ഞിട്ടത് പറയണം, അതാണ് കീർത്തനം. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം, അതാണ് സ്മരണം. അപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം. അത് കഴിഞ്ഞിട്ടാണ് പാദസേവനം എന്ന് പറഞ്ഞാൽ, ഗണപതി ഭഗവാന്റെ പാദം നീ സേവിക്കണമെന്നുണ്ടെങ്കിൽ, കണിച്ചുളങ്ങര അമ്മയുടെ പാദം നീ സേവിക്കണമെന്നുണ്ടെങ്കിൽ, അതിനു മുൻപ് നീ 3 കാര്യം അറിഞ്ഞിരിക്കണം: ശ്രവണവും കീർത്തനവും സ്മരണവും. നിനക്കതുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെല്ലാവരും മനസ്സിലേക്ക് ചോദിക്കുക, നമുക്കതുണ്ടോ? ഈ ശ്രവണം എന്ന് പറയുന്ന കാര്യമില്ലാത്ത ഏക മതമെന്ന് പറയുന്നത് ഹിന്ദുമതമാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അത്ഭുതം, അത് ഹിന്ദുമതമാണ്. ലോകത്തിൽ മറ്റൊരു മതങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ പാഴ്സികളുടെ കൂട്ടത്തിലോ സിഖുകാരുടെ കൂട്ടത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ഈ ആർഷഭാരത ധർമ്മമാണ്. ഈ ശ്രവണം കീർത്തനം എന്ന് പറയുന്ന ഈ പ്രമാണം അനുസരിക്കുന്നത് മറ്റുള്ളവരുമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് ശ്രവണമുണ്ട്. ഒരു പള്ളിയോടനുബന്ധിച്ചാണെങ്കിൽ ശ്രവണമുണ്ട്, എല്ലാ ദിവസവും ശ്രവണമുണ്ട്, എല്ലാ ഞായറാഴ്ചകളും നിർബന്ധമായി ശ്രവണമുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ശ്രവണമുണ്ട്. ഇല്ലാത്തത് ആർക്കാണ്? നമുക്കാണ്. നമ്മുടെ ഒരു ധാരണയുണ്ട്, നമ്മളിങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നതോടുകൂടി നമ്മളിലേക്ക് ദേവി സായുജ്യം ഉണ്ടാകും, വഴിപാട് നടത്തുമ്പോൾ ദേവി അങ്ങ് അനുഗ്രഹിക്കുമെന്നല്ല. ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കണം. അതിനുവേണ്ടിയാണ് വളരെ ചുരുക്കം പേരാണെങ്കിലും ഇന്ന് ഈ ക്ഷേത്രസന്നിധിയിൽ ഇരിക്കുന്നത്. ദേവീ നിയോഗത്താലാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. എന്താ കാര്യം? ഈ ശ്രവണം എന്ന് പറയുന്ന കാര്യം നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ അത് ശ്രവണം ചെയ്താൽ നമ്മളത് പറയണം, പറഞ്ഞാൽ സ്മരണ ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ നീ ഒരാളെ വെറുതെ ഒന്നും പാദ നമസ്കാരം ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദേവിയെയും ഒരു ദേവനെയും നീ വെറുതെ ഒന്നും പാദ നമസ്കാരം ചെയ്യേണ്ട കാര്യമില്ല. അതിനു മുൻപ് ഈ കാര്യങ്ങൾ നീ പഠിച്ചിരിക്കണം: ശ്രവണവും കീർത്തനവും സ്മരണവും. അത് കഴിഞ്ഞിട്ടാണ് പാദസേവനം, അത് കഴിഞ്ഞിട്ടാണ് അർച്ചനം. എന്താണ്? നിങ്ങൾ ഈ സമർപ്പിക്കുന്ന വഴിപാടുകളെ 4ാം സ്ഥാനത്താണുള്ളത്. ബാക്കി 1, 2, 3 ഒക്കെ വേറെയാണ്, നോക്കണം. അർച്ചനം, അത് കഴിഞ്ഞിട്ടാണ് വന്ദ്യം, അത് കഴിഞ്ഞിട്ട് ദാസ്യം, അത് കഴിഞ്ഞിട്ട് സഖ്യം, ആത്മനിവേദനം. ഈ സഖ്യവും ആത്മനിവേദനവും നമ്മളെപ്പോലുള്ള പ്രാപഞ്ചികരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് യുഗപുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സഖ്യം എന്ന് പറഞ്ഞാൽ സുഹൃത്താകുക. ശ്രീനാരായണ ഗുരുദേവന് ഈശ്വരന്മാരൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഗുരു അങ്ങനെ ഇരുന്നുകൊണ്ട് അവരുമായിട്ട് സമ്മതിച്ചതിൻ്റെ ഫലമാണ് ഗുരുവിൻ്റെ ദർശനവും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ രൂപപ്പെട്ടത് എന്നോർക്കണം. അത് അവസാനം ഗുരു ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുക, അതാണ് ആത്മനിവേദനം എന്ന് പറയുക. നമ്മൾ ആ തലത്തിലേക്കൊന്നും എത്തിച്ചേരുന്നില്ലെങ്കിലും ഒന്നാമത്തെ കാര്യം നമ്മൾ നിർബന്ധമായിട്ട് അനുഷ്ഠിച്ചേ പറ്റുകയുള്ളൂ.
അതിൻ്റെ പേരാണ് ശ്രവണം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗണേശ തത്വങ്ങളാണ് നമ്മുടെ മുമ്പാകെ അനാവരണം ചെയ്യപ്പെടുന്നത് ഈ ഭദ്രദീപത്തോടുകൂടി. അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള ഗണേശ ഭഗവാന്റെ ഒരു വിഗ്രഹം ഇവിടെ വന്ന് ഞാനിവിടെ മുരുകഞ്ഞനോട് പറഞ്ഞു, വളരെ ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിഗ്രഹം ദേവിക്ക് അഭിമുഖനായിട്ടിരിക്കുകയാണ് ഗണപതി. ഗണപതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താകുന്നു, കഥകളിലൂടെ, ചിത്രകഥകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഗണപതി. ഈ ഭാരതീയ ധർമ്മ സംഹിതയ്ക്ക് പുരാണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? 2 കൈവഴികളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഥകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിലൂടെ വളർന്നു കഴിയുമ്പോൾ ആ കഥകൾ മാറിയിട്ട് തത്വങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ കഥകളിലൂടെ അതിലെത്തിച്ചേരാനുള്ള വഴികൾ, അതിലെ എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമേ ആകുള്ളൂ. അതിലെ സത്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിലെ തത്വങ്ങൾ നമ്മൾ അറിയേ പറ്റുള്ളൂ. അതാണ് തത്വങ്ങളുള്ളിൽ ഉദയം ചെയ്തിരിക്കും പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തയെ ഭജിക്കണം എന്ന് എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചത്. തത്വങ്ങൾക്കകത്താണ് ഉദയം ചെയ്തിരിക്കുന്നതാണ് പൊരുൾ അഥവാ സത്യം. ഈ സത്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നീ ഗുരുവിങ്കൽ പഠിക്കണം, ഗുരുവിനോട് ഉപദേശം സ്വീകരിക്കണം, ആ ഗുരുവിനോട് സാഷ്ടാംഗം വീണ് അഭ്യർത്ഥിക്കണം. അവിടെ ആ ഗുരു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു തരുന്ന എല്ലാവരും നമുക്ക് ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരുവിലൂടെ നാം തത്വങ്ങൾ അറിയുമ്പോൾ ആ തത്വത്തിലൂടെ സത്യം അറിയണം. ഗണപതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ എന്താവുന്നു? വലിയ തുമ്പിക്കര ഉണ്ട് അല്ലേ, വലിയ വയറുണ്ട്, 1.5 കൊമ്പുണ്ട്, കുഞ്ഞു കണ്ണുകളുണ്ട്, മറഞ്ഞിരിക്കുന്ന വായുണ്ട്, വലിയ ചെവിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രൂപം. എന്നാൽ ഓർക്കുക, അത് ആ കഥയിൽ ആ ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഭാരതീയ തത്വസംഹിത അനുസരിച്ച് ഗണപതി എന്ന് പറയുന്ന വലിയ ഒരു എന്താണ്, മഹൽ ചൈതന്യവും മഹത്തത്വവുമാണ്. പ്രപഞ്ചത്തിൽ ആദ്യമായി ഈശ്വരനുണ്ടായി എന്നെല്ലാവരും പറഞ്ഞപ്പോ ഭാരതീയ സംസ്കാരം മാത്രമാണ് പറഞ്ഞത് പ്രപഞ്ചത്തിൽ ആദ്യമായ അറിവുണ്ടായി എന്ന്. അറിവിൽ നിന്നാണ് ഈശ്വരൻ ഉണ്ടായത് എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു സംസ്കാരമേ ഉള്ളൂ, അത് നമ്മുടേതാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ആദ്യമായുണ്ടായ അറിവ് എന്താണ്? അറിവ് ആദ്യമായുണ്ടായത് ശബ്ദം. ആ ശബ്ദം എന്താകുന്നു എന്ന് ചോദിച്ചാൽ അത് ഓംകാരമായിരുന്നു. ആദിയിൽ വചനമുണ്ടായി എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. എന്താണ് ഈ വചനം എന്നവരോട് ചോദിച്ചാൽ വചനം ദൈവമായിരുന്നു എന്നവർ പറയുന്നു. ആ ദൈവം എന്താണെന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് വിശദീകരണം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതൊക്കെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുള്ളതാണ് ഭാരതീയ ധർമ്മം, സനാതന ധർമ്മം, എന്നും നിലനിൽക്കുന്ന ധർമ്മം. അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന് വിളിക്കുന്നത്, മാറ്റമില്ലാത്തത്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ. ആ ധർമ്മമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിന്റെ തുടക്കമാണ് സാക്ഷാൽ ഗണപതി. ആ തുടക്കമാണ് ഞാൻ പറയുന്ന ആദിയിലുണ്ടായ പ്രണവമന്ത്രം, അത് ഓംകാരമാണ്. ഓം എന്ന് പറയുന്ന അക്ഷരത്തെ നാം ഒന്ന് എഴുതി നോക്കുക. ആ ഓംകാരത്തിന്റെ ഒരു പ്രതീകമാണ്, മൂർത്തിയാണ് സാക്ഷാൽ ഗണപതി. ആ ഓമിന് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ എഴുതുക, ഒരു 3 പോലെ ഇങ്ങനെ വരുന്നു. തുമ്പിക്കൈ പോലെ ഒരു അക്ഷരത്തിന്റെ ഭാഗം താഴേക്ക്, മുകളിൽ ഒരു ചന്ദ്രക്കല, അതിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു. ഇതാണ് ഓംകാരം. ഈ ഓം എന്ന് പറയുന്ന അക്ഷരത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്ന ഏക മൂർത്തിയാണ് ഗണപതി. അപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ എന്താവുന്നു? പ്രപഞ്ചത്തിൽ ആദ്യമായുണ്ടായ പ്രണവാക്ഷരത്തിന്റെ പ്രതീകമാണ് ഗണപതി. ലോകത്തുള്ള മുഴുവൻ സമസ്ത വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആദ്യത്തെ പടി അതാണെന്ത്? ഗണപതി ഭഗവാൻ എന്ന് നാം കരുതുക. അതുകൊണ്ടാണ് ഗുരു വിനായകാഷ്ടകം എഴുതിയിട്ട് പറഞ്ഞത്, നമദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമദിന്ദും ശ്രുതശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം തുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേ അഭീഷ്ടസന്തം എന്ന് 8 ശ്ലോകങ്ങൾ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള വൃത്തം, ഭുജംഗപ്രയാതം എന്നു പേരുള്ള ഒരു വൃത്തത്തിന്റെ രൂപത്തിൽ. ഭുജംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴജന്തു, പാമ്പെന്നർത്ഥം. പാമ്പ് സഞ്ചരിക്കുന്ന രൂപത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയതാണ് വിനായക അഷ്ടകം. പാമ്പ് സഞ്ചരിക്കണം എങ്ങനെയാണെന്നറിയാം? ഒരു പത്തി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാമ്പിന്റെ പത്തി ഒരു വശത്തേക്കും മറുവശത്തേക്കും ഇങ്ങനെ വീണ്ടും തല്ലിയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ 2 ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പാമ്പ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ തല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ ഒരു രീതിയിൽ എഴുതിയാണ് വിനായകാഷ്ടകം.
ആ വിനായകാഷ്ടകം ആ രീതിയിൽ അത്രയ്ക്ക് മനോഹരം എഴുതാൻ കാരണം ഇത്രയ്ക്ക് ആരാധിച്ച ഗുരു ആരാധിച്ച മറ്റൊരു ശിവ എന്താകുന്നു തത്വമില്ലായിരുന്നു. ശിവന്റെ വിജ്ഞാനത്തിന്റെ മുഖമാണ് ഗുരുവിന് ഗണപതി. എന്തുകൊണ്ട് ഗണപതിയെ എല്ലാവരും ആദ്യമായിട്ട് പൂജിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും പറയുന്നു വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് ഗണപതി, വിഘ്ന നിവാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഗണപതിയെ ഞങ്ങൾ പൂജിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ പുതിയ കുട്ടികളൊക്കെ പറയും ഇദ്ദേഹം ഈ വിഘ്നം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് പഴിച്ചു ഉദ്യോഗത്തിനോട്, നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഗണപതിക്ക്? നമ്മുടെ വീട്ടിലൊരു കല്യാണമെങ്കിൽ നമ്മൾ ഗണപതിയെ പൂജിക്കുന്നു, വിവാഹത്തിന് മുമ്പ് ഗണപതിയെ പൂജിക്കുന്നു, പ്രവാസോലിക്ക് ഗണപതിയെ പൂജിക്കുന്നു, എല്ലാ നല്ല മംഗളകാര്യങ്ങൾക്കും ആദ്യം ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് പൂജ അർപ്പിക്കുന്നു. കാര്യം ഇദ്ദേഹം വിഘ്നങ്ങൾ വരുത്തുവാനാണ് ഉള്ളത്. അങ്ങനെ വിഘ്നം വരുത്തുവാൻ ഇദ്ദേഹത്തിന് നമ്മൾ എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കൊടുക്കണം. അവിടെയാണ് ഗുരു ഈ സത്യം പ്രചരിക്കുന്ന ഗണപതിയെ ആദ്യമായിട്ട് പൂജിക്കുന്ന ഗണപതി ഇങ്ങനെ വലിയ തടസ്സക്കാരനായിട്ടൊന്നുമല്ല, മറിച്ച് അതിനകത്തൊരു വലിയ തത്വമുണ്ട്. എന്താണ്? നമദേവവൃന്ദം. എല്ലാ ദേവന്മാരും, വൃന്ദം എന്ന് പറഞ്ഞാൽ കൂട്ടം, എല്ലാ ദേവന്മാരും പൂജിക്കുന്ന ഏകദേവൻ അതാണ് ആര്? ഗണപതി. അതാണ് നമദേവവൃന്ദം. ഈ എല്ലാ ദേവന്മാരും ഗണപതിയെ പൂജിക്കാൻ കാരണമെന്ത്? അതിന്റെ ഉത്തരമാണ് രണ്ടാമത്തെ വരി, ലസത് വേദകന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? സമസ്ത വേദങ്ങളുടെയും സമസ്ത അറിവിന്റെയും മൂലാധാരമായതുകൊണ്ട് എല്ലാ ദേവന്മാരും ആരെ പൂജിക്കുന്നു? ഗണപതിയെ പൂജിക്കുന്നു. കണ്ടോ? ലസത് വേദഗന്ധം നമദേവവൃന്ദം. എല്ലാ ദേവന്മാരും പൂജിക്കാൻ കാരണം മനോഹാരിതയല്ല, യോദ്ധാവായതുകൊണ്ടല്ല, പിന്നെ എന്താവുന്നു? എല്ലാ വേദങ്ങളുടെയും അറിവിന്റെ ആകത്തുകയായതുകൊണ്ട് ആ അറിവിന്റെ ദേവനെ, അറിവിനെ അവരാദ്യം പൂജിക്കുന്നു എന്നർത്ഥം. ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് ത്രയീഭൂതപാത്രം. ഗണപതി പറയുന്ന ത്രയീഭൂതപാത്രം വെച്ചാൽ വേദങ്ങളിൽ മൂന്നെണ്ണത്തിന്റെ ആധാരം. ഗുരു ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ 3 അതിന്റെ ആധാരമാണ് ഗണപതി. അതാണ് ത്രയീഭൂതപാത്രം. ത്രയീ എന്ന് വെച്ചാൽ 3 പാത്രം അടിസ്ഥാനം. ഏതൊക്കെയാണ് 3? ഋഗ്വേദവും യജുർവേദവും സാമവേദവും മുഴുവനും എന്താകുന്നു? ഗണപതി ആകാരം കൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദ്യം, എന്തേ അഥർവവേദത്തിന്റെ ആളല്ലേ ഗണപതി? അല്ല. അഥർവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള നെഗറ്റീവ് എനർജി ആകുന്ന പൈശാചിക ശക്തികളെ സംപ്രീതരാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ മാർഗം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വേദങ്ങളിലെ അഥർവം. അതിന്റെ ആളല്ല ഗണപതി, മറിച്ച് സാത്വിക കർമ്മങ്ങളുടെ മുഴുവൻ ആകത്തുക. അതാണ് ഋഗ്വേദവും യജുർവേദവും സാമവേദവുമാകുന്ന വേദങ്ങളുടെ ഏറ്റവും മഹത്തത്വങ്ങളുടെ ആധാരമാണ് ഗണപതി. ആ ഗണപതിയെ ലോകം മുഴുവൻ നമിക്കുന്നു, സകല ദേവന്മാരും നമിക്കുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ തടസ്സമുണ്ടായത്? തടസ്സമുണ്ടായതിന് കാരണം എന്തെന്നറിയാവോ? ഏറ്റവും അറിവുള്ള വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട്, ഏറ്റവും അറിവ് മുഴുവനും വിജ്ഞാനത്തിന് മുഴുവനും മാറ്റി നിർത്തിയിട്ട് ലോകത്ത് എന്ത് സംരംഭം തുടങ്ങിയാലും അത് പകുതിക്ക് വെച്ച് തകർന്നു പോകും. ഇത്രയേ ഉള്ളൂ കാര്യം. അവിടെയാണ് ഈ ഗണപതി എന്നുള്ള ആ മഹത്വത്വം വരുന്നത്. നമുക്കൊരു വീട് വെക്കണം, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് സ്ഥലമുണ്ട്, ഞാൻ ആരെയും നോക്കുന്നില്ല, എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അങ്ങോട്ട് വീട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കണക്കിനപ്പുറത്തേക്ക് പോകും. ഞാൻ കടം കീറി മുടിഞ്ഞ അവസാനം ഞാൻ പാപ്പരാകും, അവസാനം എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവിടെ ഞാൻ നോക്കേണ്ടതൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? എൻ്റെ കയ്യിലുള്ള പൈസയും എൻ്റെ സ്ഥലത്തിൻ്റെ കിടപ്പും അനുസരിച്ച് ഞാൻ വിദഗ്ധനായ ഒരു എഞ്ചിനീയറെ ചെന്ന് കാണണമായിരുന്നു. അദ്ദേഹം ചോദിക്കും, നിന്റെ കയ്യിൽ എത്ര കാശുണ്ട്? ഞാൻ വരട്ടെ, നിന്റെ സ്ഥലം ഒന്ന് കാണട്ടെ. ആ പൈസ അനുസരിച്ച്, സ്ഥലമനുസരിച്ച് എനിക്ക് അയാൾ വീട് വെച്ച് തരുമായിരുന്നു. ആ എഞ്ചിനീയർ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ, എൻ്റെ ആവശ്യത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ മുഖമാണ്. കാരണം ആ എഞ്ചിനീയർ എന്താകുന്നു? ഗണപതി എന്ന് പറയുന്ന ആ തത്വത്തിന്റെ ഒരു പ്രതീകമായി അവിടെ മാറുകയാണ്. അദ്ദേഹത്തോട് ഞാൻ ചെന്ന് ചോദിച്ചു, അപ്പോ ലോകത്തുള്ള എന്തൊക്കെ അറിവുകൾ ഉണ്ടാകുന്നുവോ ആ അറിവിനെയെല്ലാം, നമുക്കിപ്പോ വലിയ സംഘടനയുണ്ട്, ഇവിടെ ദേവസ്വമുണ്ട്, ഈ ദേവസ്വത്തിൽ ഒരാൾ ഒറ്റക്കല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഇരുന്നും പരിചയവും പ്രവൃത്തി പരിചയവും ഉള്ള പഴക്കവുമുള്ള ആളുകളോടൊക്കെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് ഒരു കാര്യം ആരംഭിക്കുന്നത്. അതിനാണ് കമ്മിറ്റിയൊക്കെ ഉള്ളത്, അതിനാണ് അവരോട് ചോദിക്കുന്നത്, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള
ഇപ്പൊ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എത്തുമെങ്കിൽ ആദ്യം അറിവുള്ള ആൾക്കാരെ ആദരിക്കണം, അറിവുള്ള ആളുകളെ വിളിച്ചു വരുത്തണം, അവരോട് ഉപദേശങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഗണപതി. അതാണ് ഗുരു എഴുതിയിരിക്കുന്നത്, എല്ലാ ദേവന്മാരും നമിക്കും നമദ്ദേവവൃന്ദം കാരണം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദും. ഈ ഗണപതിയുടെ ശിരസിൽ ഇന്ദുണ്ട്, അതാണ് ചന്ദ്രൻ. സകല കലകളുടെയും ദേവനാണ് ചന്ദ്രൻ. ഈ സകല കലകളും വന്ന് മുകളിലിരിക്കാൻ കാരണം എന്താ? അറിവ് താഴെ അടിസ്ഥാനമായിട്ട് നിന്നിട്ടാ. അറിവെന്ന് പറയുന്ന ബേസിക് അടിത്തറയുടെ മുകളിൽ ആറിയേറിയിരിക്കുന്നു. ചന്ദ്രൻ എന്ന് പറയുന്ന കലാകാരന്റെ മുകളിൽ കയറിയിരിക്കുക. അതാണ് നമദ്ദേവവൃന്ദം ലസദ്വേദഗന്ധം ശിരശ്രീമതിന്ദും. അടുത്ത വരി നോക്കൂ, ശ്രുതശ്രീ മുകുന്ദം. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. ഈ മഹാവിഷ്ണു പത്നീസമേതനായി വന്ന് ഗണപതിയെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നെഴുതി ആ യുഗപുരുഷൻ. ഭാരതത്തിൽ ആരും ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഗണപതിയെ കുറിച്ച്. ഈ വിനായകാഷ്ടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതമെമ്പാടും ചർച്ച ചെയ്യേണ്ട ഒരു കൃതിയാണ്. ഗണപതി പൂജ നമ്മളിലൊന്നും അല്ല നടത്തുന്നത്. ഞാൻ പോയിട്ടുണ്ട് ബോംബെയിലൊക്കെ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ്, ദിവസങ്ങളോളം അവധിയാണ് ഈ വിനായക ചതുർത്ഥിക്ക്. എന്ത് ഗംഭീരമായിട്ട് അവസാനം എണ്ണിയാലൊടുങ്ങാത്ത ഭഗവത് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് ബോംബെ കടൽ തീരത്ത് കടലിൽ അവർ നിമജ്ജനം ചെയ്യും. ജാതിമത വർഗ വർണ്ണ ഭേദമെന്നനുസരിച്ച് ആ നഗരവാസികൾ ആനന്ദത്തിൽ ആറാടും. പക്ഷെ അവർക്കും ഈ തത്വം അറിഞ്ഞില്ല. കാര്യം എന്താ? അവർക്കൊരു ഗുരുദേവനില്ലായിരുന്നു. നമുക്കിവിടെ ഒരു ഗുരുദേവനുണ്ട്. ആ ഗുരുവാണ് തത്വം പഠിപ്പിച്ചിരിക്കുന്നത്. ഗണപതിയെ ആശ്രയിച്ചു നിൽക്കുകയാണെന്നേ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും. മഹാവിഷ്ണു ആരാണെന്ന് നോക്കുക, ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പുരുഷോത്തമനായ ദേവൻ, ഏറ്റവും അങ്ങേ അറ്റത്തിരിക്കുന്ന ആള്, 10 അവതാരമൊക്കെ ചെയ്തിട്ടുള്ള മഹാദേവൻ. ആ ദേവദേവൻ പോലും ആശ്രയിച്ചു വന്ന് നിൽക്കുകയാണ് ആരെ? ഗണപതിയെ. എന്താ കാര്യം? ആ ഗണപതി അറിവിന്റെ ദേവനായതുകൊണ്ട്, സകല വേദങ്ങളുടെയും മൂലാധാരമായതുകൊണ്ട്, ദേവന്മാരിൽ ഏറ്റവും അഗ്രിമസ്ഥാനത്തുള്ള മഹാവിഷ്ണു വന്ന് തൊഴുതു നിൽക്കുന്നു. അതോടൊപ്പം ഒരാളും കൂടി വന്ന് തൊഴുതു നിൽക്കുകയാണ്, ശ്രീ. വെറുതെ അല്ല ഗുരു എഴുതി വെച്ചിരിക്കണം, മുകുന്ദം മാത്രമല്ല വന്ന് തൊഴുതു നിൽക്കുന്നത്, ശ്രുതശ്രീ. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. അപ്പൊ ഇതിൽ ഈ തത്വത്തിൽ നിന്നൊരു കാര്യം പിടികിട്ടുന്നു. അറിവിന്റെ ദേവന്റെ മുമ്പിൽ ഐശ്വര്യവും ദേവനും വന്ന് നമിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവിനെയാണ് അവിടെ നമിക്കുന്നത്. അറിവുള്ള ഏതൊരു വ്യക്തിയുടെയും അരികിലേക്ക് ഐശ്വര്യം താനേ കടന്നു വരും, ഈശ്വരീയത താനേ കടന്നു വരും. അറിവ് അവിടെ ഉണ്ടാകണം എന്ന് മാത്രം. കണ്ടു, അതാണ് ശ്രുതശ്രീ മുകുന്ദം. ബൃഹച്ചാരുതുന്തം, വളരെ മനോഹരമായിട്ടുള്ള തുമ്പിക്കൈ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വയറ് ഉണ്ട്. ബൃഹച്ചാരുതുന്തം. സ്തുതശ്രീ സനന്ദം, അങ്ങനെ ഒരു വാക്ക് പ്രത്യേകം എഴുതി വെച്ചു. സനന്ദം. ആരെ സനന്ദൻ? ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിട്ടുള്ള മഹർഷീശ്വരന്മാർ സനന്ദൻ, സനത്കുമാരൻ, സനാതനൻ മുതലായവർ. ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവര് ലോകത്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ മാത്രമേ വന്ദിക്കുകയുള്ളൂ. വേറെ ആരെയാണ് വന്ദിക്കുന്നത് അവർക്കിഷ്ടമല്ല. പക്ഷെ അവർ പോലും വന്ദിച്ച് സ്തുതിച്ചു നിൽക്കുന്നു ആരുടെ മുമ്പിൽ? ഗണപതിയുടെ മുമ്പിൽ. കണ്ടു, അവരും വന്ന് നമിച്ചു നിൽക്കുന്നത് അറിവാകാരം കൊണ്ട് നിൽക്കുന്ന ഗണപതിയുടെ മുമ്പിലാണ്. വസ്തുത ശ്രീ സനന്ദം. ജഡാഹീന്ദ്രകുന്തം, ഗണപതിയുടെ ജടയിൽ പാമ്പുണ്ട്. അഹി. അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ സകല കാമത്തിന്റെയും ക്രോധത്തിന്റെയും പ്രതീകമാണ്. അതിനെ എടുത്ത് സ്വന്തം ശിരസിൽ വരിഞ്ഞു കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. എന്താണ്? ഈ അറിവെന്ന് പറയുന്ന ആകാരമൂർത്തി. ജഡാഹീന്ദ്രകുന്തം. പിന്നെ അവസാനം ഭജേ അഭീഷ്ടസന്തം, എൻ്റെ എല്ലാ അഭീഷ്ടങ്ങളും തീർത്തു തരുന്നയാളാണ് ഈ ഗണപതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായക അഷ്ടകം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ കഥയിലുള്ള ആ ഗണപതിയെ മാറ്റിവെച്ചിട്ട് ഈ മഹത്തായ തത്വത്തെ ഭാരതീയർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ തത്വത്തെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഗണേശ തത്വം നമ്മൾ പൂർണ്ണമാകുന്നത്. അഴകൊടു ഭാരത യുദ്ധം അദ്രിയന്മേൽ മുഴുചവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക എന്ന് ശിവശതകം എഴുതാൻ തുടങ്ങുമ്പോൾ ശിവനെയല്ല പ്രാർത്ഥിച്ചത് ഗുരു, പകരം ആരാണ്? ഗണപതിയാ. ശിവശതകം എന്ന് പറയുന്നത് 100 ശ്ലോകങ്ങൾ ശിവനെക്കുറിച്ച് താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, പ്രണയിക്കുന്ന, അടിമയെപ്പോലെ താൻ നിന്നുകൊണ്ട് സേവിക്കുന്ന ആ മൂർത്തിയെക്കുറിച്ച് മനോഹരമായിട്ടുള്ള 100 ശ്ലോകങ്ങൾ എഴുതുവാൻ ഗുരു തയ്യാറെടുത്തപ്പോൾ ഗുരു ആദ്യം പ്രകീർത്തിച്ചതും വന്ദിച്ചതും ഗണപതിയാണ്. അതാണ് ആ തുടക്കം. അഴകൊടു ഭാരത യുദ്ധം അദ്രിയന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ച് എളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. എന്നിട്ടാണ് ബാക്കി തുടങ്ങുന്നത്. എന്താണ് അതിന്റെ അർത്ഥം അറിയാവോ?
അഴകോട് മനോഹരമായിട്ട് ഭംഗിയോടുകൂടി മഹാഭാരത യുദ്ധകഥ എഴുതിയ മഹാസാഹിത്യകാര, നിന്റെ മുമ്പിൽ ഞാനൊന്ന് നമിച്ചോട്ടെ എന്തോ. ലോകത്തിലെ ആദ്യത്തെ സാഹിത്യകാരൻ. മഹാഭാരതം എന്ന് പറയുന്നത് വേദവ്യാസൻ ജീവിതകഥ. ഈ ആത്മകഥ എഴുതുന്നതിന് വ്യാസന് തന്നെ ഒരു ആത്മവിശ്വാസം പോരാ. ആത്മകഥ എഴുതാൻ ആത്മവിശ്വാസം പോരാത്ത ആ യതീന്ദ്രൻ ചെന്ന് എന്താണ് വീണത് ഈ അറിവിന്റെ മുമ്പിലാണ്. ഈ അറിവിന്റെ ജ്ഞാനനിധിയായ ഗണപതിയുടെ മുമ്പിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ ഗണേശ്വര, ഗണനായക, അങ്ങല്ലാതെ മറ്റാർക്കും എന്റെ ഈ ആത്മകഥ എഴുതുവാനാവില്ല. അതുകൊണ്ട് അങ്ങേക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആ അഴകൊണ്ടു അങ്ങനെ മഹാഭാരത യുദ്ധകഥ എഴുതി. അതാണ് അഴകൊണ്ടു ഭാരത യുദ്ധം എവിടെ എഴുതി വെച്ചു? ഗുരു പറയാണ്, അദ്രിയന്മേൽ. ഉണ്ടോ എഴുതിയ സ്ഥലം? അദ്രി എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം. ഏത് പർവ്വതം? മഹാമേരു എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഭിത്തിയിലാണ് ഇത് എഴുതി വെച്ചത്. എന്തുകൊണ്ട് എഴുതി? മുറികൊമ്പ് കൊണ്ടു മുന്നം. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തത്, ഗുരുവാണ് ഇതൊക്കെ വിശദീകരിച്ചു കൊടുത്തത്. ഒരു കൊമ്പ് മുറിഞ്ഞത് കയ്യിലുണ്ടായിരുന്നു. എങ്ങനെ കൊമ്പ് മുറിഞ്ഞത്? നമ്മുടെ ചിത്രകഥകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗണപതിയും സുബ്രഹ്മണ്യനും കൂടി പഴത്തിലിടി വീണ് അങ്ങനെ കൊമ്പ് മുറിഞ്ഞു എന്നൊക്കെയാണ് കഥ. അങ്ങനെയൊന്നുമില്ല. ഈ കൊമ്പ് മുറിഞ്ഞതൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ ആളുകൾ ഗണപതിയുടെ വൈശിഷ്ട്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥകളുണ്ട്. അതിലേറ്റവും പ്രചാരം ലഭിച്ചിരിക്കുന്നത് ഈ ഗണപതിയുടെ ഒരിക്കൽ ഭാർഗവരാമൻ വന്നു, സാക്ഷാൽ പരശുരാമൻ. അതാണ് ശരിയായിട്ടുള്ള വസ്തുത. എവിടെ വന്നു? കൈലാസപർവ്വതത്തിൽ അന്തഃപുരത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശിവപാർവതിമാരുടെ അന്തഃപുരത്തിന് കാവൽ നിന്നു മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിയും. അതും വലിയൊരു തത്വമാണ്. കാര്യം ഈ പ്രപഞ്ചമാണ് ആര്? ശിവനും പാർവതി എന്ന് പറയുന്ന പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിന് കാവൽ നിൽക്കുന്ന രണ്ടറിവിന്റെ നിധികളായ രണ്ടാൾക്കാരാണ്. ഒന്ന് ജ്യോതിശാസ്ത്ര പണ്ഡിതനായ വേദാന്തത്തിന്റെ പൊരുളായ സുബ്രഹ്മണ്യൻ, മറ്റൊന്ന് ഈ സകല അറിവുകളും സ്വായത്തമാക്കിയ ഗണപതി. അപ്പൊ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നതും പ്രപഞ്ചത്തിന് കാവൽ നിൽക്കുന്നതും അറിവിന്റെ രണ്ട് പ്രതിരൂപങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ സത്യവും തത്വവും. ശിവപാർവതിമാരെന്ന് പറയുന്നത് പ്രകൃതി പുരുഷ സമ്മേളനമാണ്. പ്രകൃതിയാണ് ദേവി. അതുകൊണ്ടാണ് മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖഗം താനായതും ധര നദീ നാരിയും നരനും ആ നാഗവും നരകവും എന്നൊക്കെ ഗുരുദേവൻ എഴുതി വെച്ചത്. എൻ്റെ കൺമുമ്പിലൂടെ വെള്ളത്തിൽ പോകുന്ന മീനും മാനും എല്ലാം അമ്മേ നീ തന്നെയാണ് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം തന്നെയാണ്. ആ പ്രപഞ്ചത്തിന് കരുത്ത് പകരുന്ന പുരുഷ ശക്തിയാണ് ശിവൻ. ആ ശിവന്റെ അന്തഃപുരത്തിൽ അവരിയ്ക്കുമ്പോൾ പരശുരാമൻ ചെല്ലും. ഈ പരശുരാമൻ എന്താണെന്നറിയാവോ? പരശുരാമൻ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അവിടെ കൈലാസപർവ്വതകൾ ചവിട്ടിക്കെട്ടി ചെല്ലുമ്പോ സാധാരണ ചെല്ലുന്നവരെയൊക്കെ ഭൂതഗണങ്ങൾ തടയും. പക്ഷെ ഈ മനുഷ്യനെ ഭൂതഗണങ്ങൾ തടയുന്നില്ല. വരജട വിവിധാക്ഷപാല മാന്തോൽ മരവുരി സർവശരീര ഭസ്മലേപം ഒക്കെ ധരിച്ച് ചെല്ലുന്ന ഈ മനുഷ്യൻ മതവൃഷഗതിയാം അവന്റെ ഓരോ പദതല വിന്യസത്തിലും വിളങ്ങി ശതഭിജനത, കൃത്യനിഷ്ഠ, ധൈര്യം, ഹൃദയ സമുന്നതി, ശൗര്യം. ഇതൊക്കെ ഈ നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. ചെല്ലുകയല്ലേ പരശുരാമൻ? ചെല്ലുന്നത് എങ്ങനെയാണ്? വരജട വിവിധാക്ഷമാല മാന്തോൽ മരവുരി സർവശരീര ഭസ്മലേപം. വരജടയുണ്ട്, ശ്രേഷ്ഠമായ ജടയുണ്ട്, വിവിധാക്ഷമാല അനവധി രുദ്രാക്ഷമാലകൾ, ഇതെല്ലാം ധരിച്ചുകൊണ്ട് കൈലാസപർവ്വതത്തിന്റെ പടിക്കെട്ടുകൾ ഓരോന്നായി ചവിട്ടി മുകളിലേക്ക് പോകുന്ന പരശുരാമനെ കണ്ട് ഇരുവശവും ഇരിക്കുവോർ എഴുന്നേറ്റു. മഹാകവി വള്ളത്തോൾ ഗംഭീരമായിട്ട് പറഞ്ഞു ചോദിച്ചിരിക്കുക. ഇരുവശവും ഇരിക്കുവോർ എഴുന്നേറ്റു, തെരുതര അധ്വകർ ദൂരെ മാറി നിന്നു വേഗാൽ. എല്ലാവരും തൊഴുതുകൊണ്ട് മാറി നിന്നു ഈ മനുഷ്യന്റെ വരവിനെ. അവസാനം അന്തഃപുര വാതിക്കൽ വന്നു, അകത്തേക്ക് കടന്നു പോവുകയാണ്. അകത്തേക്ക് കടന്നു പോകുമ്പോൾ ഗണപതിയും സുബ്രഹ്മണ്യനും അവിടെ കാവലുണ്ട്. അവരോടൊന്നും ഒരക്ഷരം മിണ്ടാതെ ഒരു പുച്ഛച്ചിരിയോടുകൂടി ഈ മനുഷ്യനകത്തേക്ക് കടന്നു പോയപ്പോ അവർ തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ഏകാന്ത സീംനി മരുവും ഗുരുതന്നടുക്കൽ പോകാവതോ സഹജ സമ്മതി കിട്ടിടാതെ. എന്തിനാണ് അങ്ങ് ധൃതിച്ചു പോകുന്നത്? അച്ഛൻ അകത്തിരിക്കുക. ആദ്യം പറയുന്ന ഗണപതിയാ. കാര്യം എന്താ? ഈ അറിവെന്ന് പറയുന്ന രൂപം എപ്പോഴും അഹങ്കാരത്തിനെ തടയും. സുബ്രഹ്മണ്യനല്ല തടഞ്ഞത്, ആദ്യം ഗണപതിയാണ് തടഞ്ഞത്. എഴുന്നേറ്റ് അങ്ങ് എവിടെ പോകുന്നു? അപ്പോൾ എനിക്ക് എൻ്റെ ഗുരുവിനെ കാണണം. ഓഹോ, അപ്പോ ഗുരു അകത്തിരിക്കുകയാണ്. അതുകൊണ്ട് ധൃതിയില്ല, അവിടെ ഇരിക്കൂ. എന്തിത്ര വെമ്പൽ? ഗണപതി ചോദിക്കുന്ന രംഗം, എന്തിത്ര വെമ്പലിഹ നിൽക്ക താതൻ അന്തപ്പുരേ കിമപി വിശ്രമമേൽക്കയത്രേ. എന്തിനാണ് ഇത്ര വെമ്പൽ? അച്ഛനകത്ത് ഇച്ചിരി നേരം വിശ്രമിക്കുകയാണ്. ചന്തത്തിലേവ മുര ചെയ്തു ഗണേശനപ്പോൾ തൻ തമ്പിയായി കരുതുമാ ദ്വിജനത്തടഞ്ഞു.
തന്റെ സഹോദര തുല്യനായ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഗണപതി തടഞ്ഞു നിർത്തുകയാണ്. എന്താണ് ഇത്ര വെമ്പൽ? ഈ അഹങ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര വെമ്പലായിരിക്കും. എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യണമെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അറിവ് അവിടെ എപ്പോഴും നമ്മളെ പിന്നോട്ട് പിടിക്കും. എന്നിട്ട് പറയും, ഇത്തിരി സാവകാശം ചിന്തിച്ച് ഒരു കാര്യത്തിലേക്ക് ചെന്നാൽ മതിയടാ എന്ന് പറയുന്ന അറിവാണ്. ആ അറിവാണ് അവിടെ തടഞ്ഞിട്ട് പറയും, എന്തിത്ര വെമ്പൽ, അച്ഛൻ അന്തപ്പുരയെ കിമപി വിശ്രമ മേൽക്കയത്രയും. അപ്പോൾ അടുത്ത സുബ്രഹ്മണ്യൻ ഗണപതി എന്ന് പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ എഴുതിട്ട് പറഞ്ഞു, ഏകാന്ത സീമിന് ഗുരു മരുവും ഒറ്റയ്ക്കിരിക്കുകയാണ് അങ്ങയുടെ ഗുരു, ഞങ്ങളുടെ അച്ഛൻ. ആ ഗുരുവിൻ്റെ അടുക്കൽ പോകാവതോ സഹജ സമ്മതി കിട്ടിടാതെ. അച്ഛന് അനുവാദമില്ലാതെ അകത്തേക്ക് പോകുന്നത് ശരിയാണോ? അങ്ങ് തന്നെ ഒന്ന് ആലോചിക്കുക. ഇവിടെ ഗണപതിയുടെയും പിന്നെ സുബ്രഹ്മണ്യന്റെയും മുമ്പിൽ ഈ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായ പരശുരാമൻ അവിടെ അടുത്ത ഒരു തത്വം പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിയാവോ? എല്ലായ്പ്പോഴും പ്രണത ശിഷ്യനു ദേശികങ്കൽ ചെല്ലാം സ്ഥലം സമയം എന്നിവ നോക്കിയിടേണ്ട. അദ്ദേഹം എന്റെ ഗുരു, ഞാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ആ ശിഷ്യന് എപ്പോഴും ഗുരുവിന്റെ അടുക്കൽ ചെല്ലാം സ്ഥലം സമയം എന്നിവ നോക്കിയിടേണ്ട. വല്ലായിക പാഴ്തൊഴിലെന്ന് നടന്നു വിപ്രൻ. നിങ്ങൾ ഈ പാഴ്തൊഴിൽ, ഈ പരിപാടി നിർത്തുക എന്ന് പറഞ്ഞ അകത്തേക്ക് കഴിഞ്ഞപ്പോ അന്നേരം അറിവ് എഴുന്നേറ്റു, ഗണപതി എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? തങ്ങളുടെ വാക്ക് ധിക്കരിച്ച് അകത്തേക്ക് പോകുന്ന അഹങ്കാരത്തിന്റെ പ്രതിരൂപത്തിന്റെ കാലിൽ കയറി പിടിച്ചു തുമ്പിക്കൈകൊണ്ട്. എന്നിട്ട് പിടിച്ച് അന്തരീക്ഷത്തിലിട്ടൊന്ന് കറക്കി താഴെ നിർത്തി കഴിഞ്ഞപ്പോ പരശുരാമന് ഈ ലോകം മുഴുവൻ കിടന്ന് കറങ്ങുന്നതായിട്ട് തോന്നി എന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്റെ കയ്യിലിരുന്ന മഴു എടുത്ത് താൻ അപമാനിതനായല്ലോ എന്നോർത്ത് ഗണപതിയുടെ കവിൾത്തടത്തിലേക്ക് കൊടുത്തപ്പോൾ മുറിഞ്ഞു വീണതാണ് പകുതിക്കൊമ്പ്. പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. പാർവതി ദേവി എത്തുന്നു. ദേവി കോപാക്രാന്തയായി എത്തുന്നു. പരശുരാമന്റെ മുമ്പിൽ എന്താണ് ദേവി തന്റെ ശക്തിയും ശക്തി ദുർഗമായി നിലകൊള്ളുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പരമശിവന്റെ മുമ്പിലേക്ക് മഹാവിഷ്ണുവും എന്താണ് ദേവന്മാരെല്ലാവരും എത്തിച്ചേർന്ന് അവിടെ ഒരു സമാധാന സന്ധി ഉണ്ടാക്കുകയും ആ 1.5 കൊമ്പിൽ അരക്കൊമ്പെടുത്ത് ഗണപതിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് മഹാവിഷ്ണുവാണ് പറയുന്നത്, ഈ കൊമ്പ് ഇത് വിജ്ഞാന നിധിയാണ്. ഇത് പരശുരാമനും ഈ വന്നതുമെല്ലാം യാദൃശ്ചികങ്ങളായ സംഭവങ്ങളാണെങ്കിലും എല്ലാം നല്ല നിമിത്തങ്ങളാണ്. എൻ്റെ കയ്യിലിരുന്നോട്ടെ ഇത്. ഇതുകൊണ്ട് നീ ചരിത്രം രചിക്കും, നിന്നെ വാഴ്ത്തും ലോകം. അതുകൊണ്ട് ഇത് കയ്യിലിരുന്നോട്ടെ. ആ അരക്കൊമ്പ് കൊണ്ട് എന്തെഴുതുകയാണ്? മഹാഭാരതം എന്ന് പറയുന്ന മഹാ ഇതിഹാസം എഴുതുകയാണ് ആര്? ഗണപതി. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ദൈവമേ എത്ര വിജ്ഞാനം, എത്ര ഗംഭീരമാണ് നമ്മുടെ ഈ സംസ്കാരമെന്ന്. അപ്പൊ മഹാമേരു എന്ന് പറയുന്ന പർവ്വതത്തിൽ ആദ്യമായിട്ടൊരു ശിലാലിഖിതം പോലെ, നമ്മുടെ ഈ ഉദ്ഘാടന ഫലകങ്ങൾ പോലെ ശിലാലിഖിതം പോലെ എഴുതി വെക്കുകയാണ് മഹാഭാരത കഥ. അതാണ് മഹാമേരുവിൽ അഴകൊടു ഭാരതയുദ്ധം അദ്രിയന്മേൽ മുഴുചെവിയൻ. ഈ മുഴുചെവി എന്ന് പറയുമ്പോൾ ഗണപതിയുടെ ആനച്ചെവിയാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഈ ആനച്ചെവി എന്ന് പറയുന്ന വലിയൊരു കേൾവിക്കാരനാണ് എന്നുള്ളതിന്റെ തത്വമാണ് ഈ ചെവി. ഗണപതിയുടെ കണ്ണുകൾ വളരെ ചെറുതാണ്, രൂപത്തിനേക്കാളും ചെറുതാണ് കണ്ണുകൾ. എന്തുകൊണ്ട് ചെറുതാണ് കണ്ണുകളാകുന്നത്? സൂക്ഷ്മ നിരീക്ഷണമാണ് ആ കണ്ണുകളുടെ പ്രതീകം. സൂക്ഷ്മ നിരീക്ഷണം, അതാണ് ആ ചെറിയ കണ്ണുകൾ. തുമ്പിക്കൈ അത് കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ചെവി വലിയൊരു കേൾവിയുടെ പ്രതീകമാണ്. വയറ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി, അതാണ് വയറ്. ഇതെല്ലാം എന്താകുന്നു? പ്രപഞ്ചത്തിലെ മഹാതത്വങ്ങളാണ്. ആ തത്വങ്ങളുടെ മുമ്പിലുള്ള പൂജയാണ് യഥാർത്ഥത്തിലുള്ള ഗണപതി പൂജ. ഇതാണ് യുക്തിയും. ഇവിടെയാണ് നമ്മൾ ഭാരതീയ ധർമ്മത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നത്. അവിടെയാണ് ഗണപതി ഗുരുദേവനെ പറഞ്ഞ പോലെ എന്താ ആ യുദ്ധം അദ്രിയന്മേൽ മുഴുചെവിയൻ മുറികൊമ്പുമുണ്ട് എന്ന് എന്തുകൊണ്ട് എഴുതി നിറച്ച് എളിയോർക്ക്, സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? എഴുതി വെച്ചു ഈ മൂർത്തി. സാധാരണക്കാർക്ക് വേണ്ടി മഹാഭാരതം എന്ന് പറയുന്ന മഹാ ഇതിഹാസം സാധാരണക്കാർക്ക് വേണ്ടി എഴുതി നിറച്ചു വെച്ച ഗണപതി. സാധാരണക്കാർ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാര്യം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഗണേശ തത്വം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി മഹാഭാരത കഥ എഴുതി വെച്ച ഗണപതി എല്ലാ അറിവും താളിയോലകളിലാക്കി കെട്ടി നിലവറയ്ക്കകത്ത് സൂക്ഷിച്ച വലിയൊരു വരേണ്യവർഗത്തിന്റെ മുഖത്ത് നോക്കിയാണ് ഗണപതി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം എന്ന് പറയുന്ന വിജ്ഞാനം, ഈ മഹാഭാരതത്തിനകത്താണ് ഭഗവത്ഗീത ഉള്ളത്. അപ്പൊ ഭഗവത്ഗീത അടക്കമുള്ള
കാര്യങ്ങൾ എഴുതിയ ആളാണ് ഗണപതി. അതുകൂടി ഓർക്കണം. മഹാഭാരതം മാത്രമല്ല, മഹാഭാരതത്തിനകത്താണ് വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായ ഭഗവത്ഗീതയുള്ളത്. അപ്പൊ മഹാഭാരതം എഴുതുന്ന ഗണപതി അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയും കൂടിയാണ് എഴുതിയത് എന്ന് കരുതണം. ഇതെല്ലാം കൂടി എഴുതിയത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി എഴുതി വെച്ച ഗണപതിയുടെ മുമ്പിൽ ഞാൻ നമസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇത് എഴുതിയ ദിവസം ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ചതുർദശി ദിവസമായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ അത് ഗണപതിയുടെ ജന്മദിവസം കൂടിയാണ്. ഈ ദേവന്മാർക്ക് മാത്രമാണ്, നമ്മൾക്കൊക്കെ നാളുകളാണ് പ്രാധാന്യം, നമുക്കൊക്കെ നക്ഷത്രങ്ങളാണ്. നമ്മൾ ജനിച്ച നക്ഷത്രമാണ് അതൊക്കെ. നിന്റെ നാൾ ഏതാടാ? എൻ്റെ നാള് കാർത്തിക, നിന്റെ നാള് പൂരം, നിന്റെ നാള് പൂരുരുട്ടാതി. പക്ഷെ ജനിച്ച തിഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. നോക്കണം. പിന്നെ എവിടെ പോയി നോക്കും? ജാതകത്തിൽ പോയി നോക്കണം. ഇപ്പം എൻ്റെ മുമ്പിരിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജനിച്ച തിഥി ഏതാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ തിഥിയാണ് നക്ഷത്രത്തെക്കാളും മുമ്പിൽ നിൽക്കുന്നതെന്ന് കരുതുക. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിഥിയാണ്, നക്ഷത്രമല്ല. ഇപ്പൊ പുണർതം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചതെങ്കിലും നവമിയാണ് തിഥി. അതുകൊണ്ട് ശ്രീരാമ നവമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചതുർദശി എന്ന് പറയുന്ന തിഥി. അഷ്ടമി രോഹിണി. നോക്കൂ, രോഹിണി അഷ്ടമി എന്ന് ആരും പറയാറില്ല. രോഹിണിക്കും മുമ്പേ ആരാ കയറി വരുന്നത്? അഷ്ടമിയാണ് വരുന്നത്, ഭഗവാന്റെ ജന്മദിനം. അതുപോലെ ഗണപതിയുടെ ജന്മദിനമാണ് ചതുർദശി. ഏത് ചതുർദശി? വെളുത്ത പക്ഷത്തിലെ ചതുർദശി. ഏത് വെളുത്ത പക്ഷം? ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷം. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷം ആരംഭിച്ചിരിക്കുന്നു. ആ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ആരംഭം കുറിച്ച് ആദ്യം കടന്നു വരുന്ന ചതുർത്ഥി. ആ ചതുർത്ഥിയാണ് എന്ത്? ഗണപതിയുടെ ജന്മദിവസം എന്ന് ഒരർത്ഥമുണ്ട്. രണ്ട്, ഈ ചതുർത്ഥി ദിവസമാണ് വ്യാസന്റെ ആത്മകഥയായ മഹാഭാരതം മഹാമേരു എന്ന് പറയുന്ന പർവ്വതത്തിൽ തന്റെ അരക്കൊമ്പ് കൊണ്ട് ഗണപതി എഴുതിയത് എന്ന് രണ്ടാമത്തെ വിശ്വാസമുണ്ട്. ഇത് രണ്ടും ലോകമെങ്ങും ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഒന്ന് ഗണപതിയുടെ ജന്മദിനം, മറ്റൊന്നൊരു മഹാസാഹിത്യം പിറന്ന ദിവസം. അപ്പൊ അതുകൊണ്ടാണ് ഈ ചതുർത്ഥിയുടെ പ്രത്യേകത എന്ന് കരുതുക. ഈ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗണപതി മോദകമൊക്കെ ഭക്ഷിച്ചിട്ട്, ആ മോദകം ഭക്ഷിച്ചിട്ട് വയറൊക്കെ പൊട്ടി താഴെ വീണ് ആ രംഗം കണ്ട് ചന്ദ്രൻ നോക്കി എന്ന് ചിരിച്ചു എന്നൊക്കെയാണ് കഥകൾ. അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കഥകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് അറിവാകുന്ന ചതുർത്ഥി, അറിവ് ജനിച്ച ദിവസമാണ് ചതുർത്ഥി ദിവസം. ഗണപതി ജനിച്ചതൊന്ന്, മഹാഭാരതം ജനിച്ചതൊന്ന്. ഈ അറിവിനെ പിന്നോട്ട് വലിക്കുന്ന കാമത്തിന്റെയും പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും പ്രതീകമാണ് ആര്? ചന്ദ്രൻ. ആ ചന്ദ്രന് അന്നത്തെ ദിവസം പ്രസക്തിയില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം മുഴുവനും ആധ്യാത്മിക കാര്യങ്ങളും ഗണപതി പൂജയും ഒക്കെയായി കരുതണം. ആ സമയത്ത് മറ്റൊരു ആരാധന പാടില്ല. ആ സമയത്ത് നമ്മൾ മുകളിലേക്ക് നോക്കി ഈ കാമത്തിന്റെ പ്രതീകമായ, പ്രണയത്തിന്റെ പ്രതീകമായ, പ്രേമത്തിന്റെ പ്രതീകമായ ചന്ദ്രനെ നോക്കരുത് എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള തത്വം. അത് പെട്ടെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് കഥകളിലൂടെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ട് അന്ന് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കള്ളപ്പേര് ഉണ്ടാകും. ശ്രീകൃഷ്ണൻ എന്നറിയാതെ ചന്ദ്രനെ നോക്കിപ്പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്നത്തെ ദിവസം ഒന്ന് ചന്ദ്രനെ നോക്കിപ്പോയത് കൊണ്ടാണ് ശമന്തകം കെട്ട കള്ളൻ എന്ന ദുഷ്പേരുണ്ടായെന്ന് ഭാഗവതത്തിൽ പറയുന്നു. അപ്പൊ ഈ തത്വങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഗണപതി എന്ന് പറയുന്നത് അറിവിന്റെ തത്വമാണ്, അറിവിന്റെ രൂപമാണ്. അറിവിന്റെ രൂപമായി പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ ശബ്ദം ഓംകാരമാണ്. ആ ഓംകാരത്തിന്റെ പ്രതീകമാണ് ഗണപതി. ഓം എന്ന് തുടങ്ങുന്നതിലാണ് സകല മന്ത്രങ്ങളും ആരംഭിക്കുന്നത്. ഓമിൽ തുടങ്ങാത്ത ഒരു മന്ത്രവും ഈ പ്രപഞ്ചത്തിലില്ല, സനാതനധർമ്മത്തിലില്ല. അതുകൊണ്ടാണ് ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമെന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പേ എന്ന് നാരായണ ഗുരു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. ഓമിൽ തുടങ്ങാത്ത ഒന്നുമില്ല. ഓം എന്ന് പറയുന്ന പ്രണവാക്ഷരത്തിൽ തുടങ്ങുന്നത് കൊണ്ടാണ്, ആ പ്രണവാക്ഷരത്തിന്റെ പ്രതീകമായ ഗണപതി ആയതുകൊണ്ടാണ് എല്ലാ പ്രവൃത്തികളും ഗണപതിയിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത്. എല്ലാ മന്ത്രങ്ങളും ഓമിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത്. മന്ത്രങ്ങളിൽ പ്രണവമാണ് ഞാൻ എന്ന് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നതും മറ്റൊന്നല്ല, ഞാൻ അറിവ് കൂടിയാകുന്നു എന്ന്. അപ്പൊ നമ്മുടെ ഗണപതി പൂജ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക്, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അറിവിനെ പൂജിക്കുക എന്നുള്ളതാണ്. അറിവിന്റെ രൂപം ധരിച്ചു നിൽക്കുന്ന ഗണപതിയുടെ മുമ്പിലേക്ക്
മഹാവിഷ്ണു പത്നി സമേതനായി ഐശ്വര്യത്തിന്റെ സമേതനായി തന്നെത്താൻ കടന്നു വന്ന് നമസ്കരിക്കുന്ന രംഗം പറഞ്ഞു കൊടുക്കുമ്പോൾ നാം പറഞ്ഞു കൊടുക്കേണ്ടടാ മകനെ, നീ പഠിച്ച് മിടുക്കനായി അറിവിന്റെ രൂപമായി അറിവിന്റെ നിധി മുഴുവനും സ്വായത്തമാക്കി കഴിഞ്ഞാൽ നിന്റെ അരികിലേക്ക് ദാരിദ്ര്യമില്ല, നിന്റെ അരികിലേക്ക് വരുന്നത് ഐശ്വര്യമാണ്, നിന്റെ അരികിലേക്ക് വരുന്നത് ഈശ്വരീയതയാണ്. ശരിയല്ലേ? നമ്മൾ നോക്കണം. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു ഗതിയും പരഗതിയില്ലാതെ ജീവിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ തലമുറ നല്ല ഉന്നതമായ വിദ്യാഭ്യാസം സിദ്ധിച്ച് ഉന്നത ജോലി കരസ്ഥമാക്കി കഴിഞ്ഞപ്പോൾ അവർ വെച്ചിരിക്കുന്നു അതിമനോഹരമായിട്ടുള്ള വീട്, മതിൽക്കെട്ട്, എല്ലാവിധ ഉപകരണങ്ങളും, വാഹനങ്ങൾ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? അറിവുണ്ടായതുകൊണ്ട് തന്നെത്താൻ കയറി വന്നതാണ്. ഇതൊക്കെ ആരുടെ പ്രതീകങ്ങളാണ്? ലക്ഷ്മിയുടെ പ്രതീകമാണ്. അവനെയും അവന്റെ വീട്ടുകാരെയും കാണുമ്പോൾ ഒരു ഈശ്വരീയത അവന്റെ മുഖത്തൊക്കെ തുളുമ്പുന്നു. അത് സന്തോഷം കൊണ്ട് മാത്രമല്ല, അവിടേക്ക് മഹാവിഷ്ണു വന്ന് വിളയാടുകയാണ്. അപ്പോ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതൊന്നും അന്ധവിശ്വാസമല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളണം. പങ്കുകൊണ്ടിട്ട് ആ ഗണപതിയെ പൂജിക്കുക വഴി നമ്മൾ സ്വയം ആരായി മാറുകയാണ്? ഗണപതി ഭഗവാനായി മാറുന്ന പ്രക്രിയയാണ്. അതിനെ നമ്മൾ പഠിക്കണം, വായിക്കണം, എഴുതണം, പ്രസംഗിക്കണം, ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണം. അതിനാണ് നമ്മുടെ പൂർവികർ ഗണപതി പൂജ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഗുരുദേവന്റെ ഈ തത്വമാണ്. ഗണപതിയുടെ ഒരിക്കലേക്ക് മഹാവിഷ്ണു പോലും വന്ന് നമസ്കരിക്കുന്നതിന്റെ കാരണം, ലോകത്തുള്ള എല്ലാ പരിപാടികളും ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും നമിക്കുന്നു. അത് തന്നെ എന്താവുന്നു? എല്ലാവരും 10-15 പേർ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അറിവിന്റെ രൂപമായൊരു വ്യക്തി കടന്നു വരുമ്പോ എല്ലാവരും എഴുന്നേൽക്കുന്നു, അല്ലെ? കഴിഞ്ഞ ദിവസം ചേർത്തല SNDP യൂണിയന്റെ ചതയ ദിനത്തോടനുബന്ധിച്ച് ഒരു പെൺകുട്ടി കടന്നു വന്നു. ആ സദസ്സ് മുഴുവനും എഴുന്നേറ്റ് നിന്നാണ് അവളെ സ്വീകരിച്ചത്. ഒരു 10-25 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ പേര് ശിഖ സുരേന്ദ്രൻ എന്നാണ്. IAS കാരി. IAS ഉണ്ട്, പേരിന്റെ കൂടെ IAS ഉണ്ട്. ടൂറിസം വകുപ്പ് ഡയറക്ടറാണ് അവരായിരുന്നു മുഖ്യ പ്രഭാഷണം ജയന്തിയോടനുബന്ധിച്ച്. ഞാൻ വേദിയിലുണ്ട്. അവരിങ്ങോട്ട് കടന്നു വന്നപ്പോ എല്ലാവരും വേദിയിലുള്ള മന്ത്രി അടക്കം എഴുന്നേറ്റ് സന്തോഷിച്ച പെൺകുട്ടിയെ കയറ്റി. എന്താ കാരണം? അവളുടെ കൂടെ ഒരു IAS ഉള്ളതുകൊണ്ടാണ്. വെറുതെ ഒരു ശിഖാ സുരേന്ദ്രനെ ആരും ക്ഷണിക്കില്ല. വെറുതെ ഒരു ശിഖാ സുരേന്ദ്രന് വേദിയിൽ സ്ഥാനമില്ല. IAS കാരിയായ ശിഖാ സുരേന്ദ്രന് ഒരു സ്ഥാനമുണ്ട്. എന്താ കാര്യം? ഈ IAS എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഗണപതിയാണ്. ഇപ്പൊ ഗണപതി എന്ന് പറയുന്ന അറിവിന്റെ ആകാരമായി അവളുടെ കൂടെ അങ്ങ് നിന്നപ്പോ അവളുടെ അരികിലേക്ക് ചേർത്തല പോലീസ് സ്റ്റേഷന് കീഴിലെ പോലീസ് ഓഫീസർമാർ സല്യൂട്ട് അടിച്ച് ആ പെൺകുട്ടിയെ കയറ്റിവിടുന്നു. അവൾക്ക് വേണ്ടി എല്ലാ വർഷവും അവളെ വിളിച്ച് അവസാനമാണ് ചേർത്തല യൂണിയർക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോ താൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അവരവിടെ പ്രസംഗിച്ചു. വളരെ ദരിദ്രമായ അന്തരീക്ഷത്തിൽ ഡയാലിസിസ് രോഗിയായ അച്ഛൻ, എന്നിട്ടും എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം, ഡൽഹിയിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ 10 രൂപയ്ക്ക് കിട്ടുന്ന നൂഡിൽസും ബ്രെഡും മാത്രം കഴിച്ചുകൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയത് കഥ. ആ ദാരിദ്ര്യം ഉണ്ടായ സമയത്ത് ആരും ഒന്നും തിരക്കിയിട്ടില്ല. നീ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിക്ക് പഠിക്കുന്നു? അപ്പോഴും പറഞ്ഞു, ദരിദ്രനായ സുരേന്ദ്രന്റെ മകൾക്ക് പറ്റിയ പണിയാണോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത്. പക്ഷേ അയാൾ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ അച്ഛൻ, ഞാനിപ്പോഴും ഓർത്തു ആ കുട്ടിയുടെ പ്രസംഗം. അവർ പറഞ്ഞതാണ്, ആ അച്ഛൻ പറഞ്ഞു, മോളെ നീ പഠിച്ചു പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വാതിക്കൽ നിരനിരയായി കാറ് വന്ന് കിടക്കുന്നു. ശരിയായിരുന്നു. IAS പഠിച്ചു പാസ്സായി കഴിഞ്ഞപ്പോ ആൾക്കാരുടെ പ്രമുഖ വ്യക്തികൾ വീടിന്റെ വാതിക്കൽ ചെന്ന് നിരനിരന്ന് കിടന്നു. എന്താ കാരണം? കുടുംബ പാരമ്പര്യമല്ല, അറിവ് മാത്രമാണ്. ഈ തത്വം നമ്മളെ എല്ലാ വർഷവും പഠിപ്പിക്കുന്നു ഭാരതീയ ധർമ്മ സംഹിത. അതാണ് എന്ത്? വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ. അല്ലാതെ നമ്മളിങ്ങനെ അമ്പലത്തിൽ വന്നു വിനായക ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഒരു തടസ്സവും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, അങ്ങനെയല്ല. അതൊക്കെ നല്ലത് തന്നെ. ഈ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അറിവിന്റെ മൂർത്തികളാകണം എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന തത്വമാണ് ഗണപതിയുടെ തത്വം എന്നോർക്കുക. അങ്ങനെയുള്ള ആ വിനായക തത്വം അല്പനേരത്തേക്ക് നിങ്ങളുടെ മുമ്പാകെ വന്ന് പറയുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് എന്നിൽ അർപ്പിതമായിട്ടുണ്ടായിരുന്നത്. അതിനാണ് ഞാൻ പറയുന്നത്, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം ഒക്കെ നമ്മൾ പറയണം. കേട്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൊള്ളൂ. അതുകൊണ്ട് ഈ ശ്രവണത്തിലൂടെ, അല്പനേരം മാത്രം നിന്ന ഈ ശ്രവണത്തിലൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ളതൊന്നു മാത്രം, ഈ ദേവീ സന്നിധി, പ്രപഞ്ച മാതാവാണ് ദേവി. പ്രപഞ്ചം മുഴുവൻ വന്ന് നിലകൊള്ളുന്നതാണ് ദേവീക്ഷേത്രത്തിന്റെ മഹനീയത.
നമ്മൾ ദേവിയെ ആരാധിക്കുമ്പോൾ ആ ദേവിയുടെ ചതുർബാഹുക്കളോട് കൂടിയ രൂപത്തെയല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനുമാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ പ്രപഞ്ചത്തിലെ മുഴുവൻ പോസിറ്റീവ് എനർജിയാണ് ദേവി തത്വം എന്ന് പറയുന്നത്. ആ ദേവിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദേവിയെ പ്രാർത്ഥിച്ചപ്പോൾ ഭദ്രകാളി അഷ്ടകം ഗുരു എഴുതിയത് തന്നെ 2 മക്കളെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ടാണ്. മാതങ്കാനന ബാഹുലേ ജനനി മാതംഗ സംഗാമിനി എന്നാണ് ദേവിയെ വിളിച്ചത്. ഞാൻ അങ്ങയെ അമ്മയെ പ്രാർത്ഥിക്കുന്നതിന് കാരണം അമ്മ 2 മക്കളുടെ അമ്മയാണ്. ഏതൊക്കെ? പ്രഗത്ഭരായ 2 മക്കളുടെ, ഒന്ന് മാതങ്കാനനൻ എന്ന് പറയുന്ന ഗണപതി, 2 ബാഹുലേയനാകുന്ന സുബ്രഹ്മണ്യൻ. ഈ 2 പേർക്ക് ഞാൻ പദവി കൊടുക്കുന്നത് അവരുടെ സൗന്ദര്യം കണ്ടല്ല, മറിച്ച് എന്താകുന്നു, അവർ 2 വിജ്ഞാനനിധികളായതുകൊണ്ടാണ്. ഒരു മകൻ ബ്രാഹ്മണന്മാരിൽ വെച്ച് അത്യുന്നതൻ, അതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയാൻ കാര്യം. ബ്രാഹ്മണർ പൊതുവെ വിജ്ഞാനനിധികൾ എന്നാണ് അർത്ഥം. അവരുടെ കൂട്ടത്തില് അവരുടെ കൂട്ടത്തില് നല്ലവൻ, കണ്ടോ, അതാണ് സുബ്രഹ്മണ്യൻ. ബ്രഹ്മണ്യം എന്ന വാക്കിന്റെ അർത്ഥം പൂനൂലിട്ട് നടക്കുന്നു എന്നല്ല അർത്ഥം. ബ്രഹ്മണ്യം എന്ന വാക്കിന്റെ അർത്ഥം വിജ്ഞാനനിധി എന്ന അർത്ഥം. അങ്ങനെ വിജ്ഞാനമുള്ള ആളുകളുടെ കൂട്ടത്തില് രാജാവാണ് സുബ്രഹ്മണ്യൻ. ആ ദേവി പ്രപഞ്ചമാതാവേ നിന്റെ മകനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ നമസ്കരിച്ചോട്ടെ എന്ന്. കണ്ടോ, ദേവി പ്രപഞ്ചമാതാവാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ നമസ്കരിച്ചു. അത് മാത്രമല്ല, അതിനുമപ്പുറത്ത് ആ ദേവിയിൽ നിന്ന് 2 വിജ്ഞാനനിധികളായ മക്കൾ ജനിച്ചു. അത് സുബ്രഹ്മണ്യനും മറ്റൊന്ന് ഗണപതിയും. 2 പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാർ. വേദാന്തത്തിന്റെ പൊരുളായി ഈ പ്രണവാക്ഷരത്തിന്റെ തത്വം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് സുബ്രഹ്മണ്യൻ. ഗണപതി എന്ന് പറയുന്നത് ഈ തത്വത്തിന്റെ മുഴുവൻ ആകാരം പൂണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മഹാസാഹിത്യം തന്നെ എഴുതി ലോകർക്ക് സമർപ്പിച്ച മറ്റൊരു മകൻ. ഈ മകനിലൂടെ ഞാൻ അമ്മയെ നിന്നെ ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ ഈ മക്കളിലൂടെ എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ക്ഷേത്രസന്നിധിയിൽ വന്ന് ഗണപതിയെ കണ്ട് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഗണപതിയുടെ ഈ രൂപം എന്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം, ആ കുഞ്ഞി കണ്ണുകൾ എന്ന് പറയുന്നത് മകനെ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെതാണ്. ആ തുമ്പിക്കൈ എന്ന് പറയുന്നത് കഠിന അധ്വാനത്തിൻ്റെതാണ്. എല്ലാം കേൾക്കുവാനുള്ള കരുത്ത്, അതാണ് ആ വലിയ ചെവികളുടെ പ്രതീകം. എല്ലാം ഉൾക്കൊള്ളുവാനുള്ള എല്ലാ നല്ല ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന ശേഷിയാണ് ആ വലിയ വയറുകൾ. ആ 2 കൊമ്പുകൾ, അതിൽ ഒന്ന് പകുതിയുമായത് കാരണം മകനെ അതാണ് അദ്വൈതം. 2 ഇല്ല ഈ ഭൂമിയിൽ. 2 ഇല്ല, ഒന്നേ ഉള്ളൂ, ഞാനും ഭഗവാനും, ഞാനും പ്രകൃതിയും. പ്രകൃതിയിൽ നിന്ന് മാറി മനുഷ്യന് ജീവിക്കാനാവില്ല. പ്രകൃതിയിൽ നിന്ന് മാറി മനുഷ്യൻ എപ്പോഴൊക്കെ ജീവിക്കുന്നുവോ അപ്പോഴൊക്കെ പ്രകൃതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുന്നു. പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ജീവിക്കുക, അതാണ് അദ്വൈതം എന്ന് പറയുക. ഞാനും നീയും ദേവിയും ഞാനും എല്ലാം ഒന്ന് എന്ന് പറയുന്നു. അത് കാണിക്കുന്നതിനാണ് ആ 2 കൊമ്പിന് പകരം 1.5 വെച്ചിരിക്കുന്ന. 1.5 എന്ന് പറയുന്ന 2 അല്ല 1 എന്ന് സ്ഥാപിക്കുന്ന അദ്വൈതം. അങ്ങനെയുള്ളതിന്റെ മുമ്പിൽ വന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് കടക്കുകയാണ് മക്കളെ. അതുകൊണ്ടാണ് അത് പഠിപ്പിച്ച് പിതാമഹന്മാർ തന്നിരിക്കുന്നതാണ് നമുക്ക് ഈ വിനായക ആഘോഷങ്ങൾ, വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ എന്നവരെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭാരതീയരാകുന്നത്. അല്ലാതെ ക്ഷേത്രങ്ങളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതല്ല, ഇതുപോലുള്ള സത്സംഗങ്ങളും അതിന് കാരണമാണ്. അതിന് ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ, എൻ്റേത് മാത്രമല്ല ആരുടെയെങ്കിലും പ്രഭാഷണങ്ങൾ, സപ്താഹ യജ്ഞങ്ങൾ, നവാഹ യജ്ഞങ്ങൾ, ഇതിലൊക്കെ പങ്കുകൊള്ളണം. എന്നിട്ട് കേൾക്കണം. കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അവരോട് ചോദിക്കണം. കാരണം നമ്മുടെയൊക്കെ പണം മുടക്കി അവർക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് അവരെ കൊണ്ടുവന്നിരുത്തുന്നത്. ഇപ്പൊ അതിമഹത്തായൊരു നവാഹയജ്ഞത്തിന് നമ്മുടെ ക്ഷേത്രസന്നിധി വേദിയാകുകയാണ്. വൃശ്ചിക 1-ാം തീയതി മുതൽ വളരെ ഗംഭീരമായി വരുമ്പോൾ അവിടേക്കൊക്കെ എത്തണം ഭക്തജനങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരോടൊക്കെ സംശയങ്ങൾ നമ്മൾ ദൂരീകരിക്കണം. അല്ലാതെ സദ്യക്ക് മാത്രം വന്ന് സദ്യാഹം എന്നുള്ള പറയുന്ന ആ ചടങ്ങിൽ നിന്നൊക്കെ മാറണം. നമ്മൾ അതിനെ അനുകരിക്കേണ്ടത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയുമാണ്. അവരൊക്കെ കൃത്യമായി ദേവാലയങ്ങളിൽ ചെല്ലുന്നു, ആ പ്രഭാഷണങ്ങളൊക്കെ ശ്രവിക്കുന്നു, അവർക്ക് യാതൊരു സംശയങ്ങളും ഇല്ല. അതുകൊണ്ട് അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് സംശയം മുഴുവൻ നമുക്കാണ്. നമ്മുടെ സംശയത്തിന്റെ ഫലമായി നമ്മളിങ്ങനെ പല പൊട്ടത്തരങ്ങളും പറയുന്നു. നമ്മളിത് പറയുന്നു ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണടേ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നു. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല, ഇതെല്ലാം ശരിയായ വിശ്വാസങ്ങളാണ്. ശരിയായ വിശ്വാസങ്ങൾ മാത്രമാണ്. അന്ധവിശ്വാസം എന്ന് തോന്നുന്നത് നമ്മൾ അതിലെ കഥകൾ മാത്രം മനസ്സിലാക്കിയിട്ടാണ്. കഥകൾ നമുക്ക് ലളിതവൽക്കരണത്തിലൂടെ ഉള്ള ഉപദേശങ്ങൾ മാത്രമാണ്.
കഥകളിലൂടെ തത്വങ്ങളെ സാമാന്യവൽക്കരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മഹാഋഷിമാർ നമുക്ക് കഥകളായിട്ട് പറഞ്ഞു തന്നിരിക്കണമെന്ന് മാത്രം. ആ കഥകളിനകത്തേക്ക് കടന്നു ചെന്നിട്ട് അവസാനം തത്വം പഠിക്കുമ്പോഴാണ് നമ്മൾ സത്യം പഠിക്കുന്നത്. ഭൂമി 3-ാം ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഭൂമി കറങ്ങുന്നു, അതിന്റെ അച്ചുതണ്ടിൽ എന്നല്ലേ പറയുന്നത്. വലിയ ക്ലാസ്സിൽ അച്ചുതണ്ടില്ല. വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ കുട്ടി അച്ചുതണ്ട് അവിടെ പഠിക്കുന്നില്ല. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ഥലത്തും അച്ചുതണ്ടില്ല. കാര്യം എന്താ? അവൻ പഠിച്ചു വരാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയായിരുന്നു അച്ചുതണ്ട്. വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവൻ സ്വയം മനസ്സിലാക്കുകയാണ്, ഭൂമി കറങ്ങുന്നു സ്വയം. അവിടെ അച്ചുതണ്ട് എവിടെയോ പോയി. എന്താ കാര്യം? മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അച്ചുതണ്ടുകൾ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പുരാണ കഥകൾ. അതുകൊണ്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിട്ട് വ്യാസൻ പറഞ്ഞത്, കഥായി മാസ്തേ കഥിതാമഹീയസാം വിധായി ലോകേഷു പരം നയൂഷ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. ഞാനിത് മുഴുവൻ എഴുതി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. കാര്യം നതു പാരമാർത്ഥ്യം, ഇതൊന്നും പരമാർത്ഥമല്ല. എന്താ കാര്യം? തത്വജ്ഞാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണ സഹിതമായിട്ടുള്ള കഥകൾ, സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കണ്ടോ എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ അതിലും പഠിച്ച് കഥ മാത്രം പകുതിക്ക് വെച്ച് പഠിച്ചും നമ്മൾ ഇത് ആലോചിക്കുന്നു, അത് അങ്ങനെ വന്നാൽ എങ്ങനെ വരും, ഇങ്ങനെ വന്നാൽ അങ്ങനെ വരുമോ അല്ലേ? 10 തല 20 കൈയുള്ള രാവണൻ ദൈവമേ കണിച്ചുകുളങ്ങര റോഡിൽ കൂടി പോയാൽ എന്തായിരിക്കും സ്ഥിതി? റോഡ് ബ്ലോക്കായി പോകത്തില്ലേ? അങ്ങനെ ചിന്തിക്കും നമ്മൾ. എന്നാൽ നമ്മൾ കരുതുക 10 തലയും 20 കൈയും രാവണനില്ല. പിന്നെ എന്താണ് അതിനകത്ത് എഴുതി വെക്കാനും? 10 പേരുടെ ശക്തിയും 10 പേരുടെ ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ. തല എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രം, കൈകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയുടെ കേന്ദ്രം. പൈറ്റണ്ട് 20, 2 കൈകൾ വെച്ച് ഒരാൾക്ക് ശക്തി വരണമെന്നുണ്ടെങ്കിൽ 10 പേരുടെ ശക്തി വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2 കൈ. അപ്പൊ 10 പേർക്ക് എത്ര വെച്ചിട്ടുണ്ടാവും? പൈറ്റണ്ട് 20. അപ്പൊ 10 പേരുടെ ശക്തി ഒരാൾക്കുണ്ട്. ആർക്ക്? രാവണന് 10 പേരുടെ ശക്തി ഉണ്ട്. 10 പേരുടെ ബുദ്ധി, തലയാണ് ബുദ്ധിയുടെ പ്രതീകം. അപ്പൊ രാവണൻ ബുദ്ധിമാനായിരുന്നോ? രാവണനെ കുറിച്ച് അപ്പൊ പഠിക്കണം. വേദശാസ്ത്രങ്ങൾ പഠിച്ചയാള്, 4 വേദങ്ങൾ പഠിച്ചയാള്, 6 ശാസ്ത്രങ്ങൾ പഠിച്ചയാള്, ചൂതോട് ചതുരംഗം പഠിച്ചയാള്, മഹാതാന്ത്രികൻ. നമ്മുടെ ഈ നമ്മള് വിജ്ഞാനം വെറുതെ തള്ളിക്കളുടെ കാര്യമൊന്നുമില്ല. മഹാതാന്ത്രികൻ സ്വയം ഇതുപോലുള്ള ഹോമകുണ്ഡം ചമച്ചിട്ട്, ആ ഹോമകുണ്ഡം ചമക്കുന്നതിന് ഹോമപുരയുണ്ടായിരുന്നു. ആ ഹോമപുരയുടെ പേരാണ് നികുംഭില. അവിടെ ഇരുന്നു കൊണ്ട് സ്വയം മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ഹോമം നടത്തി ഈശ്വരന്മാരെ കൺമുമ്പിൽ വരുത്താൻ ശേഷിയുള്ള മഹാതാന്ത്രികനായിരുന്നു ആര്? രാവണൻ. അപ്പൊ പിന്നെ 10 തല 20 കൈയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കറക്റ്റ് അല്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ പഠിച്ചൂടെ. അല്ല നമ്മുടെ മക്കളോട് നമ്മൾ പറയടാ രാവണന് 10 തല 20 കൈ കൊണ്ടായിരുന്നപ്പോൾ ഇന്നത്തെ അവൻ്റെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് അവൻ പറയാം ശരിയാണ്, കണിച്ചുളക്കൻ അമ്പലത്തിൽ ഈ മനുഷ്യൻ വന്ന ഉത്സവം നടക്കുകയല്ലോ അമ്മേ. കാര്യം എന്താ? ഇയാളെ കൊണ്ട് ഇയാളെ 20 കൈയും പൊക്കി വരുമ്പോൾ അപ്പൊ അമ്മ തന്നെ ഇത് പറയും ശരിയാണല്ലോ, ഞാൻ പഠിച്ച പൊട്ടത്തരം. കണ്ടോ എന്താ കാര്യം? അത് പൊട്ടത്തരമല്ല, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഉദാഹരണങ്ങളാണ്. ഇത് തന്നെയാണ് ഗണപതിയും. അല്ലാതെ ഗണപതിയുടെ വലിയ വയറെന്ന് പറഞ്ഞാൽ വലിയ വയറ് കുടവയറുള്ള ഭീമാകാരമായി ഈ ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കുന്ന ഭക്ഷണഭ്രാന്തൻ ഒന്നുമല്ല. ആ കയ്യിലിരിക്കുന്ന ലഡു അത് മോദകം എന്നാണ് പറയുന്നത്. ഈ മോദകം എന്താകുന്നു? അത് ബ്രഹ്മാനന്ദത്തിന്റെ പ്രതീകമാണ്. എത്ര പേർക്ക് അറിയാം? ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ബ്രഹ്മാനന്ദം, അതിന് മധുരരസം, അതിനൊരു പ്രത്യേക സുഗന്ധം, അതിനൊരു പ്രത്യേക നിർവൃതി. അതാണ് വിജ്ഞാനം. ആ വിജ്ഞാനം ആർജിച്ച് കിട്ടുമ്പോൾ ലഡു കഴിക്കുന്ന ഒരു പ്രതീതി, മോദകം കഴിക്കുന്ന പ്രതീതി മനുഷ്യനുണ്ടാകും. അതിന്റെ പ്രതീകങ്ങളാണ് ഈ 2 മോദകങ്ങൾ. അഭയ വരദ ഹസ്തം, ഒരു കൈകൾ നോക്കൂ അഭയത്തിന്. അതാണ് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് കരാരൂഢ മോക്ഷം. എന്താണ് പറഞ്ഞത് ഗണപതിയെ കുറിച്ച്? കരാരൂഢ മോക്ഷം ഒന്നും വേറെ ആർക്കും അങ്ങനെ എഴുതിയിട്ടില്ല. ഇതിന് കരത്തിൽ മോക്ഷത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരേ ഒരു ദേവൻ. ബാക്കിയുള്ളവർക്കൊക്കെ മോക്ഷം കിട്ടും. നമ്മളൊക്കെ വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ മോക്ഷം കിട്ടാൻ വളരെ പാടാ. കാര്യം എന്താ? വളരെ കഷ്ടപ്പാടാ. പക്ഷെ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ കയ്യിലിരിക്കുകയാണ് അങ്ങേരുടെ കയ്യിൽ എന്ത്? മോക്ഷം. അതാണ് കരാരൂഢ മോക്ഷം. വിപത് ഭംഗദക്ഷം ചലസാര സാക്ഷം സദാനന്ദ മാത്രം എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വിപത്തുകളെ മുഴുവനും തകർത്ത് കളയുന്ന സമർത്ഥൻ, അതാണ് വിപത് പങ്കദക്ഷം. അതിലൊന്നാണ് ഈ കരാരൂഢ മോക്ഷം എന്ന് പറയുന്നത്. കരത്തിൽ മോക്ഷത്തെ വെച്ചിട്ടുള്ളയാള് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ഭക്തൻ ചോദിച്ചാൽ ആ നിമിഷം എടുത്തു കൊടുക്കാൻ എവിടെ വെച്ചിരിക്കുകയാണ്? കൈകളിൽ. കണ്ടോ? വേറെ ഒരു ദേവന്റെ കൈകളിലും ഈ മോക്ഷമില്ല. ഒരാളിന്റെ കയ്യിൽ മാത്രമേ ഈ കൈകൾ വെച്ച് കൈകൾ റെഡിയാണ്. എന്ത്? മോക്ഷം. ഇതാണ് ഗണപതി. ആ ഗണപതിയെ പഠിക്കുമ്പോഴാണ് ഇത്. ഗണപതിയെ പഠിപ്പിക്കാനാണെന്ന് വെച്ചാൽ ഈ സമയമൊന്നും പോരാ, ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോ
അത് പഠിക്കാൻ നമുക്ക് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ശ്രവണം അത്യാവശ്യമാണ്. നമുക്ക് ഹിന്ദു മതക്കാർക്ക് ഇല്ലാത്ത ഒരേ ഒരു സാധനം ഏതാവുന്നു? ശ്രവണമാണ്. വല്ലതും പഠിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വയം പഠിക്കുകയില്ല, അതിന് നമുക്ക് നേരമില്ല. ശ്രവിക്കാൻ പോകുമോ? അതൊട്ടില്ല എന്തായാലും. പിന്നെ നമ്മൾ എന്ത് പഠിക്കുമെന്നാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ഓരോ ക്ഷേത്ര സന്നിധിയും ശ്രവണത്തിനുള്ള ഓരോ കേന്ദ്രങ്ങളാണ്. ഭൂമിയിലെ സർവകലാശാലകളാണ് ക്ഷേത്രങ്ങൾ. ആ സർവകലാശാലകളാണ് ക്ഷേത്രങ്ങൾ. അത് അവരെ പഠിപ്പിക്കേണ്ടിയുള്ള വേദികളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്പമെങ്കിലുമുള്ള ആളുകളാണെങ്കിലും വരുമെന്ന് കരുതിക്കൊണ്ട് എന്നോട് 2 വാക്ക് പറയുവാൻ നമ്മുടെ പ്രിയപ്പെട്ട മുരുകൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഞാനതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പാകുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. അവിടെ ഇപ്പൊ എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ചു പേരേ ഉള്ളൂ. നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ വരണം. ഞാൻ മാത്രമല്ല, അനവധി പ്രഭാഷകരെ ഓരോരുത്തരെ കൊണ്ടുവരണം. എന്നിട്ട് അവരെന്ന് പ്രഭാഷണം പറയുന്നത് കേൾക്കണം. 1 മണിക്കൂറൊക്കെ കേട്ടാൽ മതി. കേട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം, ഈ കുഞ്ഞുമക്കളെയൊക്കെ. കാര്യം ഇതുങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. കാര്യം ഇവരൊക്കെ ദൈവങ്ങളെ എന്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. അകത്തിരിക്കണ ആരാണ്? ദേവി എന്നല്ല, പിന്നെ അവിടെ പിന്നെ എന്താണ് തമ്പ്രാനിരിക്കുന്നു, തമ്പ്രാട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, അതല്ല ശരിക്കും പഠന വിഷയമാക്കേണ്ടതാണ് ഇതെല്ലാം. അത് പഠന വിഷയമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മതബോധന ക്ലാസ്സുകൾ നമുക്കില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പകരം ഇതുപോലുള്ള പ്രഭാഷണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി അവരുമായിട്ടൊക്കെ എത്തിച്ചേരാനുള്ള വേദിയായി ക്ഷേത്രത്തെ നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ പുണ്യദിനത്തിൽ നിങ്ങളിലേക്ക് ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മുമ്പാകെ വന്ന് ഗണേശ ഭഗവാനെ കുറിച്ച് അല്പം മാത്രമെങ്കിലും പറയുവാൻ സാധിച്ച ആ ഗുരുനിയോഗത്തിൻ്റെ മുമ്പിൽ, ദേവീ നിയോഗത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇനിയും നിങ്ങളെയൊക്കെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.